എംഎസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വീണ്ടും പരിഗണിക്കും. ഷുഹൈബിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട്. അഭിന, എപ്പോഴാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? എംഎസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഷുഹൈബിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 2 അധ്യാപകരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാണ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കുന്നത്. എംഎസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഷുഹൈബിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഭിന ചേരുന്നുണ്ട്. അഭിന, വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത, ഇത് 8ാമത്തെ തവണയാണ് എംഎസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്, മാറ്റിവെക്കുന്നത്. ഇതിന്റെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രൈംബ്രാഞ്ചിന് കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു തെളിവ് നൽകാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. പക്ഷേ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എംഎസ് സൊല്യൂഷൻ സ്ഥാപനത്തിലെ മറ്റ് 2 അധ്യാപകരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ ഈ 2 പ്രതികളുമായി തെളിവെടുപ്പടക്കം നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എംഎസ് സൊല്യൂഷൻ സ്ഥാപനത്തിലും അതുകൂടാതെ തന്നെ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന കർണാടക, അതുപോലെ തന്നെ തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം തന്നെ തെളിവെടുപ്പെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു തെളിവെടുപ്പിലൂടെ പ്രതികൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് തങ്ങൾ ഒരിക്കലും മറ്റുള്ള ഒരു ഭാഗത്ത് നിന്നും ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ല, അല്ലെങ്കിൽ ചോദ്യപേപ്പർ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഉറച്ചു തന്നെയാണ് പ്രതികൾ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. തങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെയാണ് ചോദ്യപേപ്പർ പ്രവചനം നടത്തിയത് എന്നുള്ള ഈ ഒരു നിലപാടിൽ തന്നെയാണ് പ്രതികൾ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ന് ഈ ഒരു കേസ് കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതി പ്രോസിക്യൂഷന് നിർദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേസിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ ഒരു കേസിൽ വിധി വരുന്നത് വരെ എംഎസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിന്റെ അറസ്റ്റ് കോടതി തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ കഴിഞ്ഞ തവണ ഈ ഒരു കേസ് പരിഗണിക്കുന്ന സമയത്തായിരുന്നു കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഷുഹൈബ് ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഹരിത, ശരി, അഭിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.